ടൂർണമെന്റിലെ മാൻ ഓഫ് ദ സീരീസ് ട്രോഫി സമ്മാനിക്കുന്നു. തെരഞ്ഞെടുത്തിരിക്കുന്നു. മറുവശത്ത് ഷൈനിങ് സ്റ്റാർ പാലത്തിങ്ങൽ നിഹാൽ ഹുസൈന്റെ തോളിലേറി ക്വാളിഫയിംഗ് റൗണ്ടിലേക്ക് എത്തിയ ഷൈനിങ് സ്റ്റാർ പാലത്തിങ്ങൽ. ഗ്രൂപ്പിലെ 2 ചാമ്പ്യന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഗോപു സ്ട്രൈക്ക് ചെയ്യാൻ എത്തുന്നു, ബൗൾ ചെയ്യാൻ നിഹാൽ ഹുസൈൻ. 2 ഉറ്റ സുഹൃത്തുക്കൾ നേർക്കുനേർ വരുന്നു. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ബാറ്റിന്റെ താണ്ഡവമാടാൻ ഈ സായം സന്ധ്യയിൽ 4-ാം ഡിവിഷനിലെ 2ാം ദിനത്തിലെ ആദ്യത്തെ ക്വാളിഫയർ മത്സരത്തിൽ ആദ്യ പന്തറിയാൻ നിഹാൽ ഹുസൈൻ. സ്റ്റാർട്ട് വിത്ത് എ ഹ്യൂജ് വൺ. ഇറ്റ്സ് എ ചാൻസ്. യെസ്, ഗോപു വാക്സ് ബാക്ക് ടു ദ പവലിയൻ. ആദ്യ പന്തിൽ വിക്കറ്റ്. മാസ്റ്റേഴ്സ് തിരൂരങ്ങാടിയുടെ നെഞ്ചകത്തേക്ക് ആദ്യത്തെ അമ്പെറിഞ്ഞ് ഇത് വിടുന്നു ഗോപു. What a starter, what a beautiful starter. നിഹാൽ ഹുസൈൻ മലപ്പുറത്തിന്റെ രണ്ട് പ്രതിഭാശാലിയായ യുവ ക്രിക്കറ്റേഴ്സ് നൽകി തിരികെ അയക്കുന്നു. അമ്പയർ സിഗ്നൽ 6. ജോലി തിരക്കുകൾ കൊണ്ട് ക്രിക്കറ്റിൽ നിന്ന് അല്പം ഇടവേളയെടുത്ത താരങ്ങളിൽ ഒരാൾ. പരപ്പനങ്ങാടിയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറായി ഒരു ടീമിന്റെ ആദ്യ ഓവറും ഓപ്പണർ ബാറ്ററുമായി കളം നിറഞ്ഞാണ് കളിച്ചിരുന്ന മോസിൻ. സൂപ്പർ ബൗളിംഗ്. കായിക പ്രേമികൾ ഒഴുകിയെത്തുന്നു. മോസിൻ ആദ്യ ഓവറിൽ ആദ്യ വിക്കറ്റ് പോയി എന്നതൊഴിച്ചാൽ ഒരു തകർച്ചയും സംഭവിച്ചിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു സ്കോർ കാർഡ്. 15-ലെത്തിയിരിക്കുന്നു ആദ്യ ഓവറിൽ തന്നെ. റാഷി സ്റ്റാർട്ട് വിത്ത് എ സ്ലോ ബൗൺസ്. സലീൽ അന്നു. സംഭവിച്ചത് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ബൗൺസറിലൂടെ കടപുഴക്കിയിരിക്കുന്നത് മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്ന സലീലിനെയാണ്. യാക്കൂബ് അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ബൗളുകളിൽ ഒന്നാണത്. ടീം ഒന്ന് തളർന്ന നേരം, 2 വലിയ വിക്കറ്റുകൾ നഷ്ടമായ നേരം ടീം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയത് ആ കൊറിയ മനുഷ്യന്റെ ബാറ്റിലേക്കാണ്. തന്റെ അനുഭവ സമ്പത്ത്, താൻ ഒരുപാട് മത്സരങ്ങളിൽ കാണിച്ച ആ മികവ് യാക്കൂബ് ഇവിടെയും തുടരാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. 2 കിടിലൻ സിക്സറുകളുമായി 35-ലേക്ക് എത്തിയിരിക്കുന്നു സ്കോർ കാർഡ്. 2 വിക്കറ്റ് നഷ്ടത്തിൽ 35. സൂപ്പർ ബൗളിംഗ്. കൗതുകം എന്തെന്നാൽ മാസ്റ്റേഴ്സ് തിരൂരങ്ങാടിയുടെ തന്നെ പ്ലെയറാണ് അൻസാർ. അതേ അൻസാർ പന്തെടുക്കുന്നത് തന്നെ താനാക്കിയ ടീമിനെതിരെ. സിംഗിൾ. സൂപ്പർ ബൗളിംഗ്. അൻസാർ ആദ്യ 2 ഓവറുകളെ അപേക്ഷിച്ച് നോക്കിയാൽ അൻസാർ റൺ റേറ്റിൽ ഒരു മാറ്റം വരുത്താനുള്ള സാധ്യതകൾ. അൻസാർ യാക്കൂബ് ഫേവറേറ്റ് ഷോട്ടിന് ശ്രമിക്കുന്നു, പക്ഷേ അൻസാർ അത് മുൻകൂട്ടി കണ്ട വല വിരിച്ചിരിക്കുന്നു. Mohsin tried to hit a big one. Nihal Hussain is there. Yes, wicket. Nihal Hussain ഒരു ടീമിനെ ഒന്നടങ്കം മുന്നിൽ നിന്ന് നയിക്കുന്നു. നിഹാൽ ഹുസൈൻ 2 ഓവറിൽ 35-ലെത്തിയ സ്കോർ കാർഡ്. 3-ാം ഓവർ കഴിയുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തോന്നുന്നത് 3 ഓവറിൽ 38. 1 ഓവറിൽ വിറ്റ് നൽകിയത് വെറും 3 റൺസ് മാത്രം. മലപ്പുറം പ്രീമിയർ ലീഗിന്റെ 3-ാം എഡിഷനിലെ ബെസ്റ്റ് ബൗളർക്കുള്ള പട്ടം സ്വന്തമാക്കി കോൺഫിഡന്റ് മഞ്ചേരിയെ കപ്പടിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച
അബൂബക്കർ സിദ്ദീഖ. Well ball. It's a chance. It's a chance. Yes. Nihal Hussain take the catch. മികച്ച പന്തുകളിൽ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കുന്നു. വിക്കറ്റ് ഒന്നും ബാറ്റർമാരെല്ലാം കൂടാരം കയറുന്നു. പ്രിയപ്പെട്ട ഫീൽഡർക്ക് പിഴച്ചു പോകുന്നു. സിക്സർ. നോ ബോൾ. യൂസഫ. പ്രതീക്ഷകൾ അറ്റുപോയ സമയത്ത് സ്വപ്നങ്ങൾക്ക് ചിറക് പടർത്താൻ വന്ന വെള്ളരിപ്രാവായി മാറുന്നു യൂസഫ. ബോൾ കൊണ്ട് സ്കോർ കാർഡ് 51 എത്തിയിരിക്കുന്നു. മാസ്റ്റേഴ്സ് തിരുരങ്ങാടി. മറ്റൊരു സിദ്ദീഖ. ഷോട്ട് വന്ന. What a pacey one. സിംഗിൾ. ഏഴാം വിക്കറ്റും മാറി 5 ഓവറിൽ 55 റൺസാണ് സമ്പാദ്യം. മാസ്റ്റേഴ്സ് തിരുരങ്ങാടിയുടെ ബൗളർമാർ ഉണർന്നു പ്രവർത്തിച്ചാൽ ചേസിംഗിലെ ആദ്യ പന്ത്. ഗോപു മടങ്ങിയതുപോലെ തന്നെ നിഹാൽ ഹുസൈനെ മടക്കി അയക്കാൻ കിട്ടിയ അവസരം പക്ഷേ നിലത്തിട്ട് കളഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഗോപുവിന്റെ ഫീൽഡിംഗ് വൈഭവത്തെ കുറിച്ച്. പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെയാണ്. ഒന്ന് മുൻകൂട്ടിയായോ എന്നത് തന്നെയാണ്. Super fielding. Nihal Hussain. Wicket goes down. Nihal Hussain പന്തെറിഞ്ഞ് ഗോപുവിനെ മടക്കി. ഗോപു ഇതാ ആ കണ്ണക്കന്ന് തീർത്തിരിക്കുന്നു. ഗോപുവിന്റെ പന്തിൽ നിഹാൽ ഹുസൈനും മടങ്ങുന്നു. പ്രതീക്ഷയ്ക്കൊത്ത് സ്കോർ ചെയ്യാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ മടക്കം. ഇനി 19 പന്തുകൾ മാത്രം ബാക്കി. 41 റൺസ് വേണം വിജയിക്കാൻ. Completion of second over, 60 runs, 1 wicket lost. 16 റൺസിന് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ്. ഇനി 18 പന്തിൽ 40.
റാഷി ഷോട്ടിന് ശ്രമിക്കുന്നു. റാഷി പ്രാക്ടീസ് പോലും ചെയ്യാൻ കഴിയാതെ നിന്നവൻ മറ്റുള്ളവർക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച ചോദിക്കുന്നു. ഇതാ അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്ന നേരം അതിന് തക്കതായ പ്രതിഫലം തരുന്നു മോസിന. വിക്കറ്റ്. അൻസാറും മടങ്ങുന്നു. മൂന്ന് ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 18. ഇനി 12 പന്തിൽ 38. 12 പന്തുകളിൽ 38. തീർച്ചയായും മോസിനെ പന്തേൽപ്പിച്ച തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ പന്തെറിഞ്ഞിരിക്കുന്നു. റാഷി കൂമണ്ണ ഓപ്പണറായി വന്ന ക്രീസിനകത്ത് താളം പിടിച്ച അവസാനം മത്സരം കൈപ്പിടിയിൽ ഒതുക്കാൻ തന്റെ വിശ്വരൂപം പുറത്തെടുക്കുന്നു. റാഷി ആകാശം മുട്ടുന്ന സിക്സറുകൾക്ക് പേര് കേട്ട റാഷി ഇവിടെ കാത്തിരുന്നത്, ഇത്ര നേരം പ്രതിരോധിച്ച് കാത്തിരുന്നത് എന്തിനാണെന്ന് കാണിച്ചു തരുന്നു. ഒരു വശത്ത് വിക്കറ്റുകളെല്ലാം വീണ നേരം റാഷി പതിയെ തുടർന്നങ്ങ് പോയി. അതിനുശേഷം കിട്ടിയ സമയം കൃത്യമായി ഉപയോഗിച്ച മത്സരത്തിൽ വിജയത്തിലേക്കുള്ള ദൂരം വെറും 26 കുറച്ചിരിക്കുന്നു. സൂപ്പർ കംബാക്ക് മിസ്റ്റർ നിച്ചു. പ്രിയപ്പെട്ട റാഷിയോടാണ് ദൂരം കൂടി എന്ന് കരുതി സിക്സറിന് 6 റൺസിൽ കൂടുതൽ തരാൻ എനിക്ക് അവകാശമില്ല. അത്രമാത്രം മനോഹരമായ സിക്സറുകൾ കൊണ്ട് ഷൈനിങ് സ്റ്റാർ പാലത്തിങ്ങലിന്റെ സ്റ്റാറായി മാറുന്നു. ഷൈൻ ചെയ്യുന്ന തിളക്കമുള്ള നക്ഷത്രമായി മാറുന്നു. മോസിന്റെ അത്യുജ്വല പ്രകടനം. പക്ഷെ 4ാം ഓവറിൽ കാര്യങ്ങൾ കൈവിടുന്നു. അവസാന ആണിയും നിജോഗക്കാടിന്റെ നെഞ്ചകത്തേക്ക് അടിച്ചു കയറ്റി കണ്ണനും ചിരിക്കുമ്പോൾ തല താഴ്ത്തി മടങ്ങേണ്ടി വരുന്ന ബൗളർക്ക് 4 ഓവറിൽ 46, 6 പന്തിൽ 10. ഈ ഓവർ തുടങ്ങുന്നതിന് മുമ്പ് 38 വേണ്ട സമയത്ത് 4ാം ഓവറിൽ 28 റൺസ് ആണ് വിട്ടു നൽകിയിരിക്കുന്നത്. അവസാന ഓവറിൽ 10 റൺസ്. ഉഗ്ര ഫോമിലുള്ള റാഷിയും കണ്ണനും. Well bowled. Super bowling, mister. നാല് പന്തിൽ 2 റൺസ് വേണ്ട സമയത്ത് മത്സരത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ക്യാച്ച് ഗോപുവിന്റെ കൈകളിൽ നിന്ന് ചോർന്നു പോകുന്നു. 3 പന്തിൽ 2. അതിജീവിക്കുന്നവൻ തുടരുമല്ലാത്തവന് അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ആരാണ് സെമി ഫൈനൽ മത്സരത്തിലേക്ക്? 3 പന്തിൽ 2 എന്നത് മാറി 2 പന്തിൽ 1 മാറുന്നു. സൂപ്പർ ഓവർ പിറക്കുമോ? ഒരു റൺസ് അടിച്ചെടുത്ത ഇതാ സെമി ഫൈനലിലേക്ക് നിഹാൽ ഹുസൈനും സംഘവും പേര് തെളിയിച്ചിരിക്കുന്നു. മത്സരം നോക്കുക. ഷൈനിങ് സ്റ്റാർ പാലത്തിങ്ങൽ 3 ഓവറിൽ കളത്തിനകത്തേ ഇല്ലായിരുന്നു. എന്നാൽ പിന്നീടുള്ള 2 ഓവറുകൾ, ആ 2 ഓവറിൽ അടിച്ചെടുത്തത് റാഷിയോട്
ഈ മത്സരത്തിലെ പെർഫോമൻസിന് ഷൈനിങ് സ്റ്റാർ പാലത്തിങ്കൽ കടപ്പെട്ടിരിക്കണം. നിഹാൽ ഹുസൈനും അൻസാറുമെല്ലാം വീണ്ടെടുത്ത കണ്ണനും റാഷിയും നടത്തിയ ഈ പോരാട്ടം